ആ മൂടപ്പെടുന്ന പൊൻപാത്രം കൊണ്ട് സത്യം അതിൻമുഖം എനിക്കൊന്ന് ദർശിക്കാൻ കഴിയണമേ എന്ന ആത്യന്തികമായിരിക്കുന്ന പ്രാർത്ഥനയായിരിക്കട്ടെ ഒരു ഗുരുഭക്തൻ ഉണ്ടായിരിക്കേണ്ടത്. കാരണം നമ്മളിത് അറിയാത്തിടത്തോളം ഈ മായ നമ്മുടെ ഉള്ളില് വലിയ തോതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. നമ്മളെ പലവിധമായ ഏടാകൂടങ്ങളിലേക്കും ചെന്നുകൊണ്ടിരിക്കും. നമ്മളെല്ലാ കുഴികളിലേക്കും കൊണ്ടു ചെന്നിടും. സദ്ബുദ്ധി ഉണ്ടായില്ലെങ്കിൽ ഈ ലോകം എന്ന് പറയുന്നത് ഓരോ ചതിക്കുഴികളിലേക്കും നമ്മൾ വീണുകൊണ്ടിരിക്കും. സദ്ബുദ്ധി ഉണരുമ്പോൾ മാത്രമാണ് ഈ കർമ്മം അല്ലെങ്കിൽ എൻ്റെ മുന്നിലുള്ളത് നല്ലതാണോ ചീത്തയാണോ എന്ന് വ്യവച്ഛേദിച്ചറിയുവാനുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു അവസരം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മായ മാറണം. മായ ഇല്ലാത്തതാണ്. ഗുരുദേവൻ ഈ ദർശനമാല എന്ന ഒരു പ്രൗഢഗംഭീരമായിരിക്കുന്ന അധ്യാത്മകൃതി എഴുതിയിട്ടുണ്ട്. നമ്മൾ ആരും വായിക്കാറില്ല. കാരണം അതിൽ നമ്മൾക്ക് മനസ്സിലാകുന്ന ജാതി പ്രാർത്ഥനയല്ല. ദർശനമാല അസീതഗ്രേ അസദേവേദം ഭുവനം സ്വപ്നവത് പുനഃ സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വര. കൊലതീരശസ്തവത്തിലും പിണ്ടനന്ദിയിലൊന്നും കാണുന്ന നമുക്ക് മനസ്സിലാകുന്ന ഭാവമുള്ള ഒരു പ്രാർത്ഥന അതിലില്ലാത്തത് കൊണ്ട് തൽക്കാലം നമ്മൾ അതിനെയൊക്കെ മാറ്റിവെക്കും. പക്ഷെ ഗുരുദേവൻ അതിൽ മായാദർശനം, മായ എന്ന് പറയുന്ന ആ രണ്ടക്ഷരത്തെ വർണ്ണിക്കുന്നുണ്ട്. അവിടെ ഗുരു പറയുന്നുണ്ട്, ന വിദ്യതേ യാസാ മായ. യാതൊന്നാണോ ഇല്ലാത്തത് അതാണ് മായ. പക്ഷെ ആ ഇല്ലാത്ത മായ ഉണ്ടാക്കുന്ന പൊല്ലാപ്പിൽ പെട്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആകെ ഉഴറി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നീയല്ലോ മായയും. ഈശ്വരനോട് പറയാണ്, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കാതെ ഗുരുവേ, ഞാനൊരു പാവമാണ്, ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോട്ടെ, ജീവിച്ചു പൊക്കോട്ടെ. നിന്റെ മായ പരീക്ഷിക്കാനുള്ള അത്ര ഊർജമൊന്നും എനിക്കില്ല. നീ എന്നെ പരീക്ഷിക്കരുത് അല്ലേ? ഒരു സത്യക്രിസ്ത്യാനി പറയണ പോലെ എന്നെ പരീക്ഷയിലേക്ക് തള്ളിവിടരുതേ എന്ന് നമ്മൾ പറയുകയാണ്. അതുപോലെയാണ് നീയല്ലോ മായയും മായാവിയും മായാവിനോദനം. ഈ സത്യത്തെ അറിയുന്നത് വരെ ഒരു മായാവിയായിട്ട്, മായയിൽ ആനന്ദിക്കുന്ന മായാവിനോദനായിട്ടൊക്കെ ഈ പ്രകൃതി ഗുരു പെരുമാറുമ്പോൾ അവസാനം ആർക്കാണോ ഈ സദ്ബുദ്ധി ഉണരുന്നത്, ആർക്കാണോ ഗുരുവിനെ അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്, അപ്പോൾ എന്താണ്? അപ്പൊ ഗുരു പറയാണ്, ആശ്വസിപ്പിക്കുകയാണ് നമ്മളെ. അവസാനം നമ്മൾ തിരിച്ചറിയാണ്, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യൻ. ആര്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗുരു എന്നർത്ഥം, ആചാര്യൻ എന്നർത്ഥം. അല്ലയോ ഗുരുവേ, നീ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ സകല പ്രയാസങ്ങളെയും ഇല്ലാണ്ടാക്കുന്നവൻ. നീ തന്നെയാണ് എന്നിൽ കുടികൊണ്ട മായയെ ഇല്ലാണ്ടാക്കി ആ സുനിശ്ചിതമായിരിക്കുന്ന ബ്രഹ്മതത്വത്തെ കാട്ടിത്തരുന്ന ഗുരു. അതുകൊണ്ടാണ് ആശാൻ ആരായുകിലം ധത്വം ഒഴിച്ചാതിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആരായുകിൽ ഓർത്തു നോക്കിക്കഴിഞ്ഞാൽ ആദിമഹസ്സിലേക്കുള്ള നേരായ വഴി കാട്ടുന്ന ഗുരുവാണല്ലോ എൻ്റെ പരമമായിരിക്കുന്ന ദൈവം എന്ന് പാടിത്തന്നത്. അത് ഈ മായയെ നീക്കുന്ന ബ്രഹ്മവിദ്യയെ ഉപദേശിച്ചു തന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടാകണമെങ്കിൽ ഈ ഗുരുവചനങ്ങളെ, ഗുരുതത്വങ്ങളെ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും വായിക്കുകയും കേൾക്കുകയും വിചാരം ചെയ്യുകയും ചെയ്യുന്നിടത്താണ്. ഹിന്ദു രക്ഷാ